ഹായ് മക്കളെ, നമ്മൾ ഇന്ന് നമ്മളുടെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. പൊട്ടാസ്യം പെർ മാഗ്നേറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പൊട്ടാസ്യം പെർ മാഗ്നേറ്റിൽ നമുക്ക് 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, യൂസസ്, ഈ 4 കാര്യങ്ങളെ കൃത്യമായി പഠിച്ചാൽ എക്സാമിന് നമുക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ പോർഷൻ സെറ്റ് ആണ്, മാർക്കൊന്നും പോകില്ല. അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് 2 സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്. ഡൈക്രോമേറ്റ് പഠിച്ച എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജ് പ്രിപ്പറേഷനിലാണ് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഉണ്ടാക്കിയത്. ഇവിടെ നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ കുറച്ചുകൂടെ സിമ്പിൾ ആയി 2 സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ മറ്റേത് വെച്ച് ചിന്തിച്ച് നോക്കിയേ, ഡൈക്രോമേറ്റിൽ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പൈറോളുസൈറ്റ് ഓറിൽ നിന്നാണ്. നമ്മുടെ ഓറിന്റെ പേരെന്താണ്? പൈറോളുസൈറ്റ്. ഈ പൈറോളുസൈറ്റ് ഓറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് MnO2 ആണ്. ഇനി നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ പൈറോളുസൈറ്റ് എന്ന് ഓർക്കാൻ കിട്ടിയില്ല, അപ്പൊ നിങ്ങൾ എഴുതുക കൺവേർഷൻ ഓഫ് MnO2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മാംഗനീസ് ഡയോക്സൈഡ് ആണ് പൈറോളുസൈറ്റിൽ ഏറ്റവും കൂടുതലുള്ളത്. സോ കൺവേർഷൻ ഓഫ് MnO2 എന്നാണ് എഴുതുന്നതെങ്കിലും പ്രശ്നമില്ല. അതിനെ എന്താക്കി മാറ്റും? പൈറോളുസൈറ്റ് ഓറിനെ പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കി മാറ്റുവാണ്. MnO2വിനെ പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കണമെങ്കിൽ MnO2ൽ ഇപ്പോൾ പൊട്ടാസ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? K വരുന്ന ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പൊട്ടാസ്യം വരുന്ന ഒരു കോമ്പൗണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ നമ്മുടെ MnO2വിനെ KOH എന്ന് പറയുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ ഫ്യൂസ് ചെയ്യുന്നു. മറ്റേ റിയാക്ഷൻ പഠിച്ചവർക്ക് സിമ്പിൾ ആയിട്ട് ഇതും കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിജന്റെ പ്രസൻസിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് MnO2വിനെ ഫ്യൂസ് ചെയ്ത് ഒരു റിയാക്ഷൻ നടത്തി. അപ്പൊ നമുക്ക് കിട്ടും K2MnO4. നമ്മളുടെ പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടി. മാംഗനേറ്റ് ആണോ നമുക്ക് വേണ്ടേ? നമുക്ക് വേണ്ടത് ആരെയാണ്? പെർമാംഗനേറ്റിനെയാണ് വേണ്ടത്. K2MnO4 അല്ല നമുക്ക് വേണ്ടേ, KMnO4 ആണ് വേണ്ടേ. അടുത്ത സ്റ്റെപ്പിൽ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പൊട്ടാസ്യം മാംഗനേറ്റിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കും. പക്ഷെ ആ ഒരു സ്റ്റേജ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈഡ് സ്റ്റേജിലാക്കാൻ വേണ്ടിയിട്ട് അയണിന്റെ കൺവേർഷൻ നടത്തും. മാംഗനേറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? നമുക്ക് ഈ മാംഗനേറ്റ് അയണിനെ, മാംഗനേറ്റ് അയൺ എന്ന് പറഞ്ഞാൽ K2MnO4ലെ MnO4 2- ആണ് മാംഗനേറ്റ് അയൺ. 2- വന്നത് എന്തുകൊണ്ടാ? ഇവിടെ നമുക്ക് 2 പൊട്ടാസ്യം ആണ് ഉള്ളത്. അപ്പൊ 2 പൊട്ടാസ്യത്തിന്റെ 2+ ചാർജ് ബാലൻസ് ചെയ്യാൻ 2- ചാർജ്. MnO4 2- എന്ന് വന്നാൽ മാംഗനേറ്റ് അയണിനെ കിട്ടി. ഈ മാംഗനേറ്റ് അയണിനെ പെർമാംഗനേറ്റ് അയൺ ആക്കുന്നതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മാംഗനേറ്റ് അയണിനെ പെർമാംഗനേറ്റ് ആക്കി. മാംഗനേറ്റ് അയൺ ആരാണ് മക്കളെ? MnO4 2- ആണ് മാംഗനേറ്റ് അയൺ എന്ന് പറയുന്നത്. അതിനെ അസിഡിഫൈ ചെയ്യുന്നു H+ന്റെ പ്രസൻസിൽ. അപ്പൊ നമുക്ക് കിട്ടും മാംഗനേറ്റ് മാറി പെർമാംഗനേറ്റ് ആയി MnO4-. MnO4- എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടാസ്യത്തിന് ഇനി അവിടെ വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു പൊട്ടാസ്യം വരുന്ന ഈ MnO4- എന്തായി മാറും? KMnO4 ആയി മാറും. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ പ്രിപ്പറേഷനിൽ 2 സ്റ്റെപ്പ് എഴുതിയാൽ മതി. മൂന്നാമതൊരു സ്റ്റെപ്പ് എഴുതി ഇനി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമ്മുടെ ആളെ കിട്ടി. പെർമാഗ്നേറ്റ് അയണിൽ പൊട്ടാസ്യം വന്നാൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയി. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. 2 സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്. MnO2വിനെ K2MnO4 ആക്കുന്നു, പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കുന്നു. അതിലുള്ള മാംഗനേറ്റ് അയണിനെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നു? പെർമാംഗനേറ്റ് അയൺ ആക്കി മാറ്റുന്നു. അങ്ങനെ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് സ്ട്രക്ചർ ആണ് നോക്കേണ്ടത്. ഡൈക്രോമേറ്റ് പഠിച്ച ആൾക്കാര്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പഠിച്ച ആൾക്കാര് ക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചറും ഡൈക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചറും പഠിച്ചിട്ട് വന്ന ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിലും 2 സ്ട്രക്ചറുകളാണ് വരുന്നത്. മാംഗനേറ്റ് അയണിന്റെ സ്ട്രക്ചറും പെർമാംഗനേറ്റ് അയണിന്റെ സ്ട്രക്ചറും. ഓൾറെഡി നമ്മൾ പറഞ്ഞു മാംഗനേറ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്?
MnO4 പെർ മാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? MnO4- ആണ്. രണ്ടാണെങ്കിലും ഒരു മെറ്റലിനെ 4 നോൺ മെറ്റൽ ഓക്സിജൻ വന്നിട്ട് എന്ത് ചെയ്യുവാണ്? ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു മെറ്റലിന് ചുറ്റും 4 പേര് വന്നാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്ട്രക്ചർ ഹൈബ്രിഡൈസേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെട്രാഹീഡ്രൽ ആണ്. അപ്പൊ രണ്ട് കേസിലും നമുക്ക് സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ ആണെന്ന് അസ്യൂം ചെയ്ത് വെക്കാം. നമ്മുടെ MnO4 MnO4 സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ ആണ്. ആകെ വ്യത്യാസമുള്ളത് എന്താണ്? ചാർജ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം സ്ട്രക്ചർ എന്താണെന്ന്. മാംഗനേറ്റ് അയണിന്റെ സ്ട്രക്ചർ ആണ് ദാ കറങ്ങി കറങ്ങി വന്നു. മാംഗനേറ്റ് അയൺ ആരാണ്? MnO4 ആണ്. അപ്പൊ നോക്കിക്കേട മക്കളെ, മാംഗനീസ് വന്നു, O4 4 ഓക്സിജൻ ടെട്രാഹീഡ്രലി വന്നു. അതിൽ 2- ചാർജ് ഉണ്ട്, 2 ഓക്സിജന് മൈനസ് ചാർജ് കൊടുത്തു. ആ 2- കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. ബാക്കി 2 ഓക്സിജൻ നമ്മുടെ വാലൻസി ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ബോണ്ടിൽ കണക്ട് ചെയ്തു മെറ്റലുമായിട്ട്. ഇതാണ് നമ്മുടെ MnO4 മാംഗനേറ്റ് അയൺ. പെർ മാംഗനേറ്റ് എന്തായിരുന്നു മക്കളെ? സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ തന്നെയാണ്, MnO4- ആണ്. അപ്പൊ ഒരു ഓക്സിജന് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചാർജ് കൊടുത്താൽ മതി. ബാക്കി 3 ഓക്സിജനെയും വാലൻസി കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? Mnമായിട്ട് ഡബിൾ ബോണ്ടിൽ കണക്ട് ചെയ്യും. അപ്പൊ ഇവര് തമ്മിൽ ആകുള്ള വ്യത്യാസം എന്താണ്? 2 പേരും ചാർജിലാണ് വ്യത്യാസം. ആ ചാർജ് ടെട്രാഹീഡ്രൽ സ്ട്രക്ചറിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 2 പേരുടെയും സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് നിങ്ങളോട് ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. എയ്തർ മാംഗനേറ്റ് അയണിന്റെ സ്ട്രക്ചർ ചോദിക്കും, അതർവൈസ് നമ്മളോട് ചോദിക്കും പെർമാംഗനേറ്റ് അയണിന്റെ സ്ട്രക്ചർ. അപ്പൊ രണ്ടും നല്ല കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ആണ് നോക്കാനുള്ളത്. നമ്മൾ ഡൈക്രോമേറ്റിൽ 2 പ്രോപ്പർട്ടി പഠിച്ചു. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഒരൊറ്റ പ്രോപ്പർട്ടിയെ നോക്കുന്നുള്ളൂ, ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം, നമ്മുടെ KMnO4 O4 ഓക്സിജൻ സഫീഷ്യന്റ് എമൗണ്ടിൽ ഉണ്ട്. സോ ഇവർക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്സിഡൈസിങ് ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു റിയാക്ഷനിൽ സ്വന്തമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നവരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ നമ്മുടെ പെർമാംഗനേറ്റ് അയൺ ആണോ ഉള്ളതല്ലേ? പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ആരാ ഉള്ളത്? പെർമാംഗനേറ്റ് അയൺ ആണുള്ളത്. MnO4- ആണുള്ളത്. അപ്പൊ ഇവർക്ക് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് പറയാം, ഇവര് ഒരു റിയാക്ഷനിൽ പങ്കെടുത്താൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? അവർ സെൽഫ് റെഡ്യൂസിങ് ആയിരിക്കും. MnO4- നമ്മൾ എടുത്താൽ +7 ആണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കിടക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരുടെ സെൽഫ് വേറെ ആൾക്കാരുടെ ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് റെഡ്യൂസ് ചെയ്യും. 2+ മാറും. 7+ ആയിരുന്ന സാധനം റെഡ്യൂസ് ചെയ്ത് 2+ ആയി മാറും. അപ്പൊ ഇവർക്കൊരു പ്രത്യേകത വരും. എന്താണ്? അവര് റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാല് കൂടെ വരുന്ന ആളുകളെ അവർ ഓക്സിഡൈസ് ചെയ്യിക്കും. അങ്ങനെ ഒരു റിഡോക്സ് റിയാക്ഷൻ അവിടെ നടത്തും. അപ്പൊ നമുക്ക് Fe2+നെ Fe3+ ആക്കി മാറ്റുന്ന ഒരു റിയാക്ഷൻ നോക്കാം. ഈ ഒരു റിയാക്ഷനിൽ നമ്മുടെ കയ്യിൽ ആരോ ഉള്ളത്? Fe2+ ആണ്. ഇവന്മാരെ ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആക്കി മാറ്റാനായിട്ട് ആർക്ക് പറ്റി? നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റിന് പറ്റി. ഇവന്മാരെ ഓക്സിഡൈസ് ചെയ്യാൻ നമ്മൾ പുറത്തുനിന്ന് ഇറക്കി നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റിനെ. ആരെയാണ്? സ്വന്തമായി റെഡ്യൂസ് ചെയ്യുന്ന MnO4-നെ. അവന്മാര് 7+ സ്റ്റേറ്റിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് 2+ സ്റ്റേറ്റിലോട്ടായി മാറി. ഇവിടെ നമ്മള് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ അസിഡിക് മീഡിയത്തിലാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റുകൾ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കാന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിലും ന്യൂട്രൽ മീഡിയത്തിലും അതേപോലെ തന്നെ ബേസിക് മീഡിയത്തിലും ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കും. ഇവിടെ നമ്മുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി നോക്കാം. Fe2+ 3+ ആക്കി മാറ്റാൻ H+ന്റെ അസിഡിക് മീഡിയത്തിന്റെ സഹായത്തിൽ അവര് സഹായിച്ചു, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഒരെണ്ണം കൂടെ നോക്കാം. I-നെ I0 മാറ്റാൻ, ഓക്സിഡൈസ് ചെയ്യിക്കാൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ആര് സഹായിച്ചു? നമ്മുടെ റെഡ്യൂസിങ് നേച്ചർ കാണിക്കുന്ന ഓക്സിഡൈസിങ് ഏജന്റ്. ഒരു റിയാക്ഷനിൽ റിഡക്ഷൻ നടത്തുന്നവരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇവിടെ നമ്മുടെ മാംഗനീസ് MnO4- പെർമാംഗനേറ്റ് അയൺ
അവരെ റെഡ്യൂസ് ചെയ്തു 7+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും അവര് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് 5 ഇലക്ട്രോണിനെ വാങ്ങിച്ച് റെഡ്യൂസ് ചെയ്തു. ഇവന്മാരുടെ കേസിൽ 5 ഇലക്ട്രോണിനെ വാങ്ങിച്ച് റെഡ്യൂസ് ചെയ്തു, ഇവിടെയും 5 ഇലക്ട്രോണിനെ വാങ്ങിച്ചു റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? I- I2 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ടായി ഓക്സിഡൈസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയെ പറയുന്നത്. ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ളത്. ഫൈനലി നമുക്ക് യൂസസ് ആണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരിക്കും യൂസ്? ഓൾറെഡി നമ്മളിപ്പം പറഞ്ഞൂല്ലേ, നമുക്ക് യൂസസ് പറയാനായിട്ട് ഓൾറെഡി നമ്മളിപ്പം പറഞ്ഞു ഇവന്മാര് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കും. അപ്പൊ ഫസ്റ്റ് യൂസ് നമുക്ക് പറയാം ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, യൂസ്ഡ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. അടുത്തൊരു യൂസ്, നിങ്ങളിപ്പോ ലാബൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലാബില് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ ഒക്കെ ചെയ്യും വോളുമെട്രിക് ടൈട്രേഷനിൽ. അതിനുവേണ്ടി നമുക്ക് ഈ KMnO4 ഉപയോഗിക്കാം, പ്രൈമറി സ്റ്റാൻഡേർഡ് ഇൻ വോളുമെട്രിക് അനാലിസിസ്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് അടുത്തൊരു യൂസ് എന്താണ്? യൂസ്ഡ് ഫോർ ദ ബ്ലീച്ചിങ് ഓഫ് വൂൾ, കോട്ടൺ ആൻഡ് അതർ ഫാബ്രിക്സ്. ഇതിലും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? KMnO4 യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഒരു യൂസും കൂടി ഉണ്ട്, യൂസ്ഡ് ഫോർ ദ ഡീകളറൈസേഷൻ ഓഫ് ഓയിൽസ്. ഇത്രയാണ് നമ്മളുടെ പൊട്ടാസ്യം പെർ മാഗ്നേറ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്? നമ്മള് മെയിൻ ആയിട്ട് പ്രിപ്പറേഷൻ പഠിച്ചു, പ്രോപ്പർട്ടി പഠിച്ചു, ആൻഡ് സ്ട്രക്ചർ പഠിച്ചു, യൂസസ് പഠിച്ചു. ഇത്രയും ഉൾപ്പെടുന്നതാണ് നമ്മളുടെ D&F ബ്ലോക്ക് എലമെന്റ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർ മാഗ്നേറ്റ്. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഇതിലെ ഒരു സ്കോർ പോലും കളയാതെ എക്സാമിന് മാർക്ക് വാങ്ങിക്കുക. അപ്പൊ മക്കളെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.